പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബിക്കാനീർ വ്യോമതാവളം സന്ദർശിക്കും. പാക് ആക്രമണം ഉണ്ടായ വ്യോമതാവളമാണ് ബിക്കാനീർ. വിവരങ്ങളുമായി വിനിത വിജി. വിനിത, ആ ആക്രമണത്തെ ധീരധീരം ചെറുത്ത അവിടുത്തെ സൈനികരോടൊക്കെ പ്രധാനമന്ത്രി സംസാരിക്കില്ലേ? പ്രധാനമന്ത്രി അതിനുശേഷം മാധ്യമങ്ങളോടും സംസാരിക്കില്ലേ വിനിത? ഉറപ്പായും ഹാഷ്മി, അവിടെയുള്ള ഈ സൈനിക ഉദ്യോഗസ്ഥരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. ഒപ്പം തന്നെ അവരുമായി അദ്ദേഹം അല്പസമയം ചെലവഴിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിക്കാനീർ വ്യോമതാവളം അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇപ്പോൾ അദ്ദേഹം രാജസ്ഥാനിലുള്ള കർണിമാതാ ക്ഷേത്രം അവിടെ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈ വ്യോമതാവളത്തിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയതിനു ശേഷം അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പിന്നീടായിരിക്കും അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ പൊതുപരിപാടിയിലായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത്. ഒപ്പം ഈ പാക് ആക്രമണം ശ്രമമുണ്ടായ വ്യോമതാവളമാണ് ഈ ബിക്കാനീർ എന്ന് പറയുന്നത്. ഈ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി സൈനികരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി 103 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചിട്ടുണ്ട്. ഈ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നിർവഹിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജസ്ഥാനിലെ ബിക്കാനീറിലേക്ക് അല്പസമയത്തിനും എത്താൻ പോകുന്നത്. സൈനികരുമായി സംസാരിക്കുകയും ചെയ്യുന്നു മോദി.